ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം സാധാരണ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ രണ്ടാളും എന്നും അമ്പലത്തിൽ കയറും കേട്ടോ. അപ്പോൾ അവനറിയാം എന്നെ കൊണ്ടുപോകാതെ അമ്മ എന്താ അമ്പലത്തിലേക്ക് എല്ലാ ദിവസവും പോകുന്നതെന്ന്. രാവിലെ മോൻ 8 മണിയാകുമ്പോൾ പോകണം. അപ്പം അതിൻ്റെ മുന്നേ എന്തായാലും അവനുള്ള ഫുഡൊക്കെ ആക്കി വെച്ച് ഞങ്ങൾക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറാൻ കഴിയില്ല. അപ്പം ഞാൻ മോനെ ആക്കിയിട്ട് ചെറിയാളെയായിട്ടാണ് എന്നും അമ്പലത്തിൽ പോകൽ. അപ്പോൾ അതാക്കൊരു പരാതിയാണ്. ഞാൻ എന്നിട്ട് വണ്ടി ദൂരേക്ക് പോയി കണ്ടാലാണ് ആ റോട്ടിൽ കൂടെ കയറാൻ പറ്റുക. അവൻ കാണും അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആൾക്കൊരു സങ്കടമാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ലീവുള്ള ദിവസമല്ല, അപ്പം ഇന്ന് മോനെയൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോവാമെന്ന്. അങ്ങനെ ചെറിയാളെ സാധാരണ ഞാൻ എടുക്കാറാണ് പതിവ്. എടുത്തിട്ടില്ല, ഇങ്ങനെ താഴെ വെച്ചിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കളികളും പിന്നെ മുറ്റത്ത് കാണുന്നതൊക്കെ പെറുക്കിയെടുത്തും കുറേ കണ്ണിമാങ്ങകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കി അതൊക്കെ നോക്കിയിട്ടും പിന്നെ വഴിയിൽ പശുവിനെ കണ്ടപ്പോൾ വലിയാൾക്ക് പേടി, ചെറുത് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് കുത്തുമോയെന്നൊക്കെ. പക്ഷെ ചെറിയാൾക്ക് ഒരു പേടിയില്ല കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് കരയാണ്. അത് പശുവും ബാ എന്നും പറഞ്ഞിട്ട് അപ്പോൾ മോൻ കുറേ പിടിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവന് പിടിച്ചോടത്തൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഒക്കെ പറഞ്ഞ് സാമീനെ തൊഴുത് വരുമ്പോൾ പശുമ്പേൻ്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരിക. പിന്നെ ഷൂ ഇട്ടിട്ടാണ് കേട്ടോ. ആൾക്ക് ഷൂ ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലേക്കാണ് പോകുന്നത്, ചെരുപ്പ് മതി എന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കില്ല. ഷൂ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഷൂ ഇട്ടിട്ട് വന്നിക്കുകയാണ്. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോവുക അല്ലേ. ആൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ നോക്കി ആൾ നടന്നു പോണതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുക. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളെ അമ്പലം. ദുർഗാദേവീൻ്റെ ക്ഷേത്രമാണ്. അങ്ങനെ അമ്പലത്തിൽ സ്വാമീനെ തൊഴാനൊക്കെ വേണ്ടി പറഞ്ഞപ്പോൾ തൊഴുത് തൊട്ട് നെറൂലൊക്കെ വെച്ച് ആദ്യം ഞങ്ങൾ പുറം ഭാഗം ചുറ്റുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ടാണ് അകത്ത് കയറിയിട്ട് തൊഴുക. അപ്പം പുറം ഭാഗമൊക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏട്ടനും അനിയനൊക്കെ അങ്ങനെ നടന്ന് നല്ല സന്തോഷത്തിൽ പോവുകയാണ്. അങ്ങനെ നടന്ന് കൈയൊക്കെ വീശി നടന്ന് അമ്പലത്തിൻ്റെ പുറം ഭാഗമൊക്കെ ചുറ്റി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോയില്ല കേട്ടോ. ഞാൻ പുറത്തവിടെ കൗണ്ടറിൽ വെച്ചു ഫോൺ. അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഉൾഭാഗമൊക്കെ ചുറ്റി കഴിഞ്ഞ് പിന്നെ പുറം ഭാഗത്ത് കൂടെ നടന്ന് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ മുന്നിൽ നടന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ആളും സ്പീഡിൽ നടന്നു. പിന്നെ തൊഴുതൊക്കെ ഇറങ്ങിയതാ പിന്നെയും പശുമ്പേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാശി, ഒരു പേടിയില്ല കേട്ടോ. ദേവുട്ടന് പേടി, വാവ എൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് കുത്തും ചാണകം ഇടും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾക്ക് ഒരു പേടിയില്ല. ആൾ നടന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുവാണ്, ഇതുവരെ പോകുമെന്ന് നോക്കാമല്ലോ. പക്ഷേ ആളങ്ങനെ നിൽക്കില്ല. അവന് പേടി, ചെറുത് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുത്തുമെന്ന്. ഓനൊരു പേടിയില്ല, അങ്ങനെ പോവുക തന്നെ. പക്ഷെ അവൻ കുറേ പിടിച്ച് വെച്ച് കുത്തുട്ടോ പശുമ്പോ കുത്തും ചാണകം ഇടുന്നൊന്നും പറഞ്ഞിട്ട് ആൾ കേൾക്കില്ല. ലാസ്റ്റ് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കുറേ നേരം കരഞ്ഞ്. പിന്നെ വഴിയിൽ അവിടെ നടന്നോ പറഞ്ഞ് അവിടെ വെച്ചപ്പോൾ പിന്നെ ഏട്ടൻ്റെ കയ്യും പിടിച്ച് നടന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്നിൽ കാണുന്ന കയറ്റമാണ് കേട്ടോ. കുറച്ച് അങ്ങനെ പൊന്തിങ്ങോണ്ടുള്ളൊരു കയറ്റമാണ്. അപ്പോൾ ആ സൈഡിൽ കൂടെ ഒന്നും നടക്കരുത്, പാമ്പുണ്ടാവുക, കല്ലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, പാമ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കാണ്ടൊക്കെ നടന്ന് കയറുകയാണ്. അപ്പോൾ അവിടെ അമ്മമ്മ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്മമ്മനോട് എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അടുത്ത വീട്ടിലെ. അങ്ങനെ നടന്ന് അതാണ് കേട്ടോ വീട്, ഞങ്ങളെ വീട്. നോക്കി ചരലും ഒക്കെ ഉണ്ട് റോട്ടുമ്മൽ. അപ്പോൾ അത് തടഞ്ഞ് വീഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് വീട്. അപ്പോൾ വീട്ടിലേക്കും കയറുക. ലാസ്റ്റ് ഞാൻ എടുത്ത് കയറ്റിയതാ. ചായ ഒന്നും കുടിച്ചില്ലല്ലോ. ആൾ രാവിലെ പഴം കഴിച്ചതാ, വലിയ ആളൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ കാപ്പി ഞങ്ങൾ വന്നപ്പോൾ അതും ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രണ്ടാൾക്കും വാരി കൊടുക്കണം. വലിയ ആൾക്കും ഞാൻ വാരി കൊടുക്കണം. ഞാൻ ഫോണിലേക്ക് നോക്കിയിട്ട് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ചിരി.